ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിനകത്തുള്ള എല്ലാ പോർഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് എന്തിലാണ്? നമ്മുടെ വാലൻസിയും കെമിക്കൽ ഫോമുല എഴുതാനും ഉള്ളത് അല്ലെ. അപ്പൊ എന്തിനാണ് നമ്മൾ വാലൻസി എന്ന് വിളിക്കുന്നത്? യെസ്, ഒരു ആറ്റത്തിനെ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആ ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് എപ്പോഴാണ്? അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കുമ്പോഴാണ് അല്ലെ. ഒരു ഷെല്ലുള്ള ആളുകളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ബാക്കി എല്ലാവർക്കും എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കുമ്പോഴാണ് അവർ കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. അങ്ങനെ 8 ഇലക്ട്രോൺ ആവാൻ അഥവാ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ ഇവർ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? കൊടുക്കും അല്ലെ. ഇലക്ട്രോണിനെ അവർ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവർ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. അതും അല്ലെങ്കിൽ അവർ ഇലക്ട്രോൺസിനെ പരസ്പരം എന്ത് ചെയ്യും? ആറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും അല്ലെ. ഇങ്ങനെ ഇവർ കൊടുക്കുകയാണെങ്കിലും ശരി, വാങ്ങുകയാണെങ്കിലും ശരി, ഷെയർ ചെയ്യുകയാണെങ്കിലും ശരി അല്ലെ. അവർക്ക് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലും ശരി, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലും ശരി, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലും ശരി, ആ ഇലക്ട്രോണിന്റെ നമ്പർ ഉണ്ടാവില്ലേ? ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ആറ്റത്തിന്റെ വാലൻസി എന്ന്. സെറ്റ് ആണോ? സോ വാലൻസി നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കിയേ, ഇവിടെ ഇതാ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ് അല്ലെ, 11 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം 281 എന്ന് നമ്മൾ എഴുതും അല്ലെ, 281. അപ്പൊ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഇതിന് ഈ ഒരു ഇലക്ട്രോൺ ഒന്നുകിൽ എന്ത് ചെയ്യണം? കൊടുക്കണം അല്ലെ. ആർക്കെങ്കിലും ആ ഒരു ഇലക്ട്രോൺ ഇതിന് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിന് എത്ര ഇലക്ട്രോൺ വാങ്ങിക്കണം? 7 ഇലക്ട്രോൺ ആരുടെ അടുത്തുനിന്നെങ്കിലും വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക അല്ലെ, എപ്പോഴും എന്താണ്? കുറഞ്ഞ നമ്പർ അല്ലേ നമ്മൾ എപ്പോഴും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുക. നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു എമൗണ്ട് അല്ലെ, വലിയ എമൗണ്ട് ഒക്കെ കൊടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല അല്ലെ. അതേസമയം ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ 1-2 രൂപയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്, വാങ്ങാറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ സോഡിയം എന്താ ചെയ്യുക? അതിന്റെ കയ്യിലുള്ള ഈ ഒരു ഇലക്ട്രോൺ അത് എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആറ്റത്തിന് കേട്ടോ, ഏത് ആറ്റമായിട്ടാണോ ഇവർ എന്ത് ചെയ്യുന്നത്? റിയാക്ഷനിൽ ഏർപ്പെടുന്നത്, അതിന് കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സോഡിയം എന്തായിട്ട് മാറും? യെസ്, സോഡിയം സ്റ്റേബിൾ ആവും. കാരണം സോഡിയത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അപ്പൊ എത്ര ഇലക്ട്രോൺ ആയിക്കോളും? 2 8 അല്ലെ, 2-8 എന്ന് പറയുന്ന ആ ഒരു കോൺഫിഗറിലേക്ക് അത് വന്നോളും. അപ്പൊ ഒരു ഇലക്ട്രോൺ അല്ലേ ഇവിടെ സോഡിയം കൊടുത്തിട്ടുള്ളത്. സോ അതിന്റെ വാലൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ ഇതാ ഓക്സിജനെ നോക്കിയേ നിങ്ങൾ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2-6 എന്ന് വന്നു. അപ്പൊ ഓക്സിജനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്ത് ചെയ്യണം? യെസ്, അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ 2 ഇലക്ട്രോൺ അല്ലേ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഓക്സിജന്റെ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ വാലൻസി നമുക്ക് 2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഇതാ വേറൊരാളെ നോക്കി നിങ്ങൾ. കാർബൺ ആണ് കേട്ടോ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2-4 എന്നാണ് അല്ലെ. കാർബണിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബണിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവണമെങ്കിൽ 4 ഇലക്ട്രോണുകൾ കൂടെ വേണം അല്ലെ. 4 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അപ്പൊ ഈ 4 ഇലക്ട്രോൺ ഒന്നും ആരും എന്ത് ചെയ്യില്ല? ഒറ്റയടിക്ക് അതിന് കൊടുക്കില്ല അല്ലെ. സോ കാർബൺ എപ്പോഴും എന്താ ചെയ്യാന്നറിയോ? ആ 4 ഇലക്ട്രോൺ അത് ഷെയർ ചെയ്യും. ആരെങ്കിലും ഒക്കെ ആയിട്ട് അത് എന്ത് ചെയ്യാറ്? ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഷെയർ ചെയ്യുന്നത് ഈ 4 ഇലക്ട്രോണും ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാലൻസി നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും? ഇതിന്റെ വാലൻസി നമുക്ക് 4 ആണെന്ന് പറയാൻ പറ്റും. റെഡി അല്ലേ? അപ്പൊ നമ്മുടെ വാലൻസിനെ പറ്റി പറഞ്ഞു അല്ലെ. കുറച്ച് വാലൻസികളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിച്ചു വെക്കേണ്ടതുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, നമുക്ക് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് എഴുതുന്നത്? കെമിക്കൽ ഫോമുല എഴുതുന്നത് അല്ലെ. ഒരു കെമിക്കൽ ഫോമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണ് അല്ലെ, ഒരു സബ്സ്റ്റൻസ് ആണ്. അതിന്റെ കെമിക്കൽ ഫോമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ എഴുതുക? യെസ്, നമുക്ക് അതിന്റെ സിമ്പിൾസ് വേണം അല്ലെ. സോഡിയത്തിന്റെ സിമ്പലും വേണം, ക്ലോറിന്റെ സിമ്പലും വേണം. അപ്പൊ കെമിക്കൽ ഫോമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ എന്ത് എഴുതണം? അതിന്റെ സിമ്പിൾസ് എഴുതണം. സിമ്പിൾസ് എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലെയാണോ നമ്മൾ സിമ്പിൾസ് എഴുതുക? സോഡിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്ലോറിന്റെ സിമ്പലും ആദ്യം സോഡിയത്തിന്റെ സിമ്പലും ആണോ നമ്മൾ എഴുതുക? അല്ല അല്ലെ. നമ്മൾ ആദ്യം സോഡിയത്തിന്റെതാണ് എഴുതുക, പിന്നീടേ നമ്മൾ ക്ലോറിന്റെത് എഴുതുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്, ആദ്യം നമ്മൾ എഴുതേണ്ടത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ സിമ്പലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ? നെഗറ്റീവിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ പോസിറ്റീവും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചൂസ് ചെയ്യുക പോസിറ്റീവ് അല്ലേ. അത്രയും നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ആദ്യം എഴുതുന്നത് ആരെയായിരിക്കണം? പോസിറ്റീവ് ആയിട്ടുള്ള ആളെ ആയിരിക്കണം. പിന്നീട് എഴുതുന്നത്
ആരെ ആവാം, നമുക്ക് നെഗറ്റീവിനെ ആക്കാം കേട്ടോ. അടുത്ത എന്താണ്? യെസ്, അതിന്റെ വാലൻസീസ് അല്ലെ, നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ വാലൻസി എന്താന്നുള്ളത്. ആ വാലൻസീസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? താഴെ എഴുതി കൊടുക്കണം അല്ലെ. താഴെ എഴുതി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? യെസ്, അത് ഇന്റർചേഞ്ച് ചെയ്തിട്ട് വേണം എഴുതാൻ അല്ലെ. ക്രോസ് ആയിട്ട് വേണം നമ്മൾ അതിന്റെ വാലൻസീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. അതായത് സോഡിയത്തിന്റെ വാലൻസി നമ്മൾ ക്ലോറിന്റെ താഴെയും ക്ലോറിന്റെ വാലൻസി നമ്മൾ സോഡിയത്തിന്റെ താഴെയുമാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്തു വെച്ചാൽ മതി. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്പർ ഉണ്ടാവില്ലേ, ആ വാലൻസി എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബാലൻസ് ചെയ്തിരിക്കണം കേട്ടോ. ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സിമ്പിൾ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം അല്ലെ. എക്സാമ്പിൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇതാ നോക്കിയേ നിങ്ങൾ, നമ്മൾ കുറച്ചെണ്ണത്തിന്റെ ഒക്കെ വാലൻസീസ് എന്ത് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാ എഴുതാൻ നോക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ H എഴുതി, ക്ലോറിന്റെ Cl ഉണ്ട് അല്ലെ. ഹൈഡ്രജന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്, ക്ലോറിന്റെ വാലൻസിയും 1 ആണ്. അത് നമ്മൾ എങ്ങനെയാ എഴുതേണ്ടത്, ക്രോസ് ആയിട്ടാണ് എഴുതേണ്ടത് അല്ലെ. ഇവിടെ ഒരേ നമ്പർ ആയതുകൊണ്ടാണല്ലോ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തത്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്രോസ് ആയിട്ട് എഴുതാൻ പാടുള്ളൂ കേട്ടോ. സോ H1 Cl1 എന്ന് വരും. 1 നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് വരും, HCl എന്ന് വരും അല്ലെ. അടുത്ത നോക്കിയാൽ നിങ്ങൾ, ഫോർമുല ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റിന്റെ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫെറസ് എന്ന് പറയുന്ന സമയത്ത് അയാണ് അല്ലെ, Fe ആണ്. അതുപോലെ എന്താണ്, സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അത് SO4 ആണ് അല്ലെ. അപ്പൊ ഇതാ നിങ്ങൾ നോക്കിയേ, Feയുടെ വാലൻസി 2 ആണ്, SO4ന്റെ വാലൻസി എത്ര തന്നെയാണ്, 2 തന്നെയാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്ത് എഴുതി കൊടുക്കുക, ക്രോസ് ആയിട്ട് എഴുതി കൊടുക്കുക അല്ലെ. അപ്പൊ Fe2 SO4ന് മൊത്തത്തിൽ നമ്മൾ 2 എന്ന് പറയണം അല്ലെ. അപ്പൊ Fe2ഉം SO4 ട്വൈസ് എന്നല്ലേ നമ്മൾ എഴുതി. അപ്പൊ ഈ 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ അല്ലേ, അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താ കിട്ടുന്നത്, യെസ് Fe1 SO4 1 എന്ന് കിട്ടും അല്ലെ. 1 നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ടോ, ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, FeSO4 അല്ലെ. ഫെറസ് സൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് എന്ത് കിട്ടും, FeSO4 എന്ന് കിട്ടും. സെറ്റ് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി നിങ്ങൾ, മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെത് അല്ലെ. മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സമയത്ത് Mg അല്ലെ, Mg ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്ലോറിനും ഉണ്ട് അല്ലെ. മെഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാണ്, യെസ് മെഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്, ക്ലോറിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാന്നുള്ളതാണ്, അതിനെ നമ്മൾ ക്രോസ് ആയിട്ട് അല്ലെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുക, നമ്മൾ മാറ്റി എഴുതാൻ പോവാണ് കേട്ടോ. അപ്പൊ Mgയുടെ താഴെ എത്ര എഴുതണം, 1 എഴുതണം. Clന്റെ താഴെ എത്ര എഴുതണം, 2 എഴുതണം. അപ്പൊ Mg1 Cl2 എന്നല്ലേ. 1 നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. അങ്ങനെ നമ്മുടെ ആൻസർ എന്ത് വരും, MgCl2 അല്ലെ. ഫോർമുല MgCl2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, കാർബൺ ടെട്രാ ക്ലോറൈഡിന്റെ നമ്മൾ എങ്ങനെ എഴുതും, കാർബണിന്റെ C അല്ലെ. ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിന്റെ Cl നമ്മൾ എഴുതി. കാർബണിന്റെ വാലൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രയാണ്, 4 ആണ് അല്ലെ. ക്ലോറിന്റെ വാലൻസി എത്രയാണ്, 1 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർചേഞ്ച് ചെയ്യുക അല്ലെ. ക്രോസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. സോ കാർബണിന്റെ താഴെ 1 എഴുതുന്നു, ക്ലോറിന്റെ താഴെ നമ്മൾ 4 എഴുതുന്നു. അപ്പൊ C1 Cl4 എന്നാണ്. 1 നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല അല്ലെ, നമ്മൾ എഴുതാറില്ല. സോ CCl4, കാർബൺ ടെട്രാക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്, CCl4 എന്നാണ്. സെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ എഴുതേണ്ടത്, യെസ് അലൂമിനിയം ഓക്സൈഡ് അല്ലെ. അലൂമിനിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് എഴുതുക. അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിച്ചിട്ട് എഴുതിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെയുള്ള വേറെ ടോപ്പിക് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.